പ്രവാചകനായ മുഹമ്മദ് നബിയെ കുറിച്ച് പറയുമ്പോൾ മാനവകുലത്തിന് ഇത്രമാത്രം പ്രചോദനം നൽകുന്ന, നേതൃത്വം നൽകിയ, വാക്കുകൾ ഉപയോഗിക്കുക, പ്രവൃത്തിയിലും ചിന്തയിലും വാക്കുകളിലും സമന്വയം വരുത്തിയിട്ടുള്ള ഒരു മഹാപ്രവാചകനെ നമുക്ക് കാണാൻ സാധ്യമല്ല ഇദ്ദേഹമല്ലാതെ. ഒരുപാട് ഗുണഗണങ്ങളുടെ സമന്വയമായിരുന്നു ഇദ്ദേഹം. അസാമാന്യനായിട്ടുള്ള നേതാവ് എന്ന് പറയുമ്പോൾ ഒരു നേതാവിന് ഒരുപാട് ഗുണഗണങ്ങൾ ഉണ്ടാകേണ്ടത്. ഇന്നത്തെ നേതാക്കന്മാരെ പോലെയല്ല. ഇന്ന് പലരും നേതാവ് എന്ന അണികളെ കൊണ്ട് വിളിപ്പിക്കുകയാണ്. എന്നാൽ നേതാവ് എന്ന് പറയുന്ന ഇന്ത്യയിൽ ഒരു നേതാവേ ഉണ്ടായിട്ടുള്ളൂ. നേതാക്കന്മാരുടെ നേതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. പ്രവാചകൻ ഏറ്റവും നല്ല സംഘാടന വൈഭവമുള്ള വ്യക്തി, ഏറ്റവും നല്ല ഭരണ നിപുണൻ, ഏറ്റവും പ്രഗത്ഭനായ പ്രഭാഷകൻ, ഏറ്റവും വലിയ വാഗ്ധോരണിയുടെ ഉടമയായിട്ടുള്ള പ്രസംഗകൻ, ഏറ്റവും വലിയ അനുകമ്പയുടെ മൂർത്തിമത് ഭാവം, കാരുണ്യവും അനുകമ്പയും നിർബാധം ആ മനസ്സിൽ നിന്നും ചിന്തയിൽ നിന്നും ഒഴുകി ഒഴുകി അപങ്കുരം ഒഴുകി തൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് വാത്സല്യം ചൊല്ലി ശത്രുക്കളെപ്പോലും അവസാനം സുഹൃത്തുക്കളായി പരിഗണിക്കുക, തന്നെ ആക്ഷേപിച്ച, അപഹസിച്ച, അപമാനിച്ച ജനതയോട് പൊറുക്കുക, എല്ലാവരെയും ആശ്ലേഷിക്കുക, കറുത്തവനെന്നോ വെളുത്തവനെന്നോ വർണ്ണ വ്യത്യാസങ്ങൾ കൂടാതെ, വംശീയമായ ചിന്താഗതികളില്ലാതെ മനുഷ്യകുലത്തിനെ മുഴുവൻ ഒരുമിച്ച് നിർത്തുക. അസാമാന്യമായിട്ടുള്ളൊരു പ്രതിഭയ്ക്ക് അത് സാധ്യമാവുകയുള്ളൂ. ഇതെല്ലാം ചേർന്നിട്ടുള്ള സമഞ്ജസ സമ്മേളനത്തിന്റെ മൂർത്തിമത് ഭാവമാണ് പ്രവാചകൻ. എന്തൊരു കാരുണ്യം, എന്തൊരു അനുകമ്പ! അദ്ദേഹം സഞ്ചരിച്ച പാതയിലൂടെ മുഴുവൻ നമ്മൾ അത് കാണുന്നുണ്ട്. എത്രമാത്രം ശത്രുതയോടുകൂടിയാണ് പല ജനവിഭാഗങ്ങളോടും അദ്ദേഹത്തോട് പെരുമാറിയത്. മെക്ക വിജയത്തിന്റെ മുൻപ് തന്നെ അദ്ദേഹത്തെ എത്രമാത്രം വിമർശിക്കപ്പെട്ടു, വത്സിക്കപ്പെട്ടു. എത്ര പേര് അദ്ദേഹത്തിനെ ക്രൂരമായി അപഹസിച്ചു, അപമാനിച്ചു. പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് പോലും ശത്രുക്കൾ വന്ന് അദ്ദേഹത്തിന്റെ മാലിന്യങ്ങൾ കൊണ്ട് എറിയുന്നു. ഒട്ടകത്തിന്റെ കുടൽമാല എടുത്ത് കഴുത്തിലിടുന്നു. ഇതെല്ലാം കാണുമ്പോൾ ഏതൊരു മനുഷ്യനും സ്വാഭാവികമായിട്ടുള്ള പ്രതിരോധം അല്ലെങ്കിൽ പ്രതികരണം ഉണ്ടാകും. എന്നാൽ വളരെയധികം ശാന്തനായി സമചിത്തതയോടുകൂടി ശത്രുക്കളെ പോലും സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ ഭാഷയിൽ അവരോട് സംസാരിച്ച് അവർക്ക് മാപ്പ് കൊടുക്കുന്ന വലിയൊരു ലോകത്തിന്റെ ഏറ്റവും വലിയ മൂർത്തമായ പ്രതീകമായിട്ട് മാറി. സാധാരണക്കാരനായി ജീവിച്ചു. സ്വന്തം പാദുകങ്ങൾ, അദ്ദേഹം തുന്നിയുണ്ടാക്കിയ ചെരുപ്പുകൾ, അദ്ദേഹം തുന്നിയുണ്ടാക്കിയ വസ്ത്രങ്ങൾ. രാജാക്കന്മാരുടെ രാജാവാണ് പ്രവാചകൻ. പേർഷ്യൻ ചക്രവർത്തിമാരുടെ അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുരാജാക്കന്മാരുടെ, നാട്ടുപ്രമാണിമാരുടെയൊക്കെ മുന്നിൽ അവരെക്കാൾ വലിയ തലയെടുപ്പോടുകൂടി ഏറ്റവും വലിയ വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായി അറേബ്യൻ മണലാരണ്യത്തിന്റെ മുടിചൂടാമന്നനായിരിക്കുന്ന സമയത്ത് പോലും സ്വന്തം കൈകളാൽ നെയ്തു തീർത്ത തുണികൾ കൊണ്ട് ആ തുണി ധരിച്ച് സ്വന്തം തുന്നിച്ചേർത്ത പാദുകങ്ങൾ ധരിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങി. മഹാത്മാഗാന്ധി സബർമതി ആശ്രമത്തിൽ ഇടയ്ക്കിടയ്ക്ക് താമസിക്കുമ്പോൾ അദ്ദേഹം ഖുർആൻ വായിക്കും, ബൈബിള് വായിക്കും, ഭഗവത്ഗീത വായിക്കും, ഉപനിഷത്ത് വായിക്കും, രാമായണവും മറ്റു പല ഗ്രന്ഥങ്ങളും അദ്ദേഹം വായിക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം അവിടെ കൂടിയിരുന്ന ജനവിഭാഗങ്ങൾ ഏതാണ്ട് 46-45 കാലഘട്ടങ്ങളിൽ, അപ്പോഴും ഇന്ത്യ കത്തിയെരിയാൻ തുടങ്ങുന്ന സമയമാണത്, വിഭജനത്തിന്റെ പാതയിലേക്ക് പോകുന്ന സമയം. അപ്പോൾ കൂടിയിരിക്കുന്ന ജനവിഭാഗത്തിൽ കുറച്ചാൾക്കാർ കേട്ടു പറഞ്ഞു ഗാന്ധിജിയോട്,
ഇവിടെ അങ്ങ് ഖുർആൻ വായിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇത് ബഹിഷ്കരിക്കും, ഞങ്ങൾ ഈ പ്രാർത്ഥനാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന മഹാത്മാവ് പറഞ്ഞൊരു മറുപടിയുണ്ട്: നിങ്ങൾ എന്നെ ഖുർആൻ വായിക്കുന്നത് തടയുകയാണെങ്കിൽ ഞാൻ ഖുർആൻ വായിക്കാൻ വേണ്ടിയിട്ട് എത്രയോ ദൂരമുള്ള വനാന്തരങ്ങളിൽ പോയി അവിടുത്തെ മലകളിൽ ഇരുന്ന് ഖുർആൻ വായിക്കും. എന്റെ ഖുർആൻ വായന നിർത്താൻ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ല. കാരണം പ്രവാചകനാണ് എന്റെ നേതാവ്. ഗാന്ധി മനസ്സിൽ വരിച്ച ഏറ്റവും വലിയ പ്രവാചകന്മാരായിരുന്നു ക്രിസ്തുദേവനും പ്രവാചകനായ നബി തിരുമേനി. ഒരു ക്രൈസ്തവ പാതിരി വീട്ടിൽ നിന്ന് ചോദിച്ചു ഗാന്ധിജിയോട്, അങ്ങ് ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ നിരന്തരം കൊടുക്കുന്നുണ്ടല്ലോ, അങ്ങക്ക് എന്താ ക്രിസ്തു മതത്തിൽ ചേർന്നുകൂടെ? ഗാന്ധിജിയുടെ ആ ആശ്രമ അങ്കണത്തിൽ വെച്ചൊരു മറുപടിയുണ്ട്: അങ്ങ് ക്രിസ്തു മത ഉപദേശങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ലോഹയിട്ടുകൊണ്ട് നാട് നീളെ നടക്കുന്നു. അങ്ങനെ ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കുന്നു. എനിക്ക് ലോഹ ഇടണ്ട, കാരണം എന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട്. അവിടെയാണ് ഇപ്പോഴത്തെ മത പൗരോഹിത്യം ശ്രദ്ധിക്കേണ്ട ചില വചനങ്ങൾ. ഇങ്ങനെ യുഗപുരുഷന്മാരുടെ വചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മനസ്സിന്റെ എല്ലാ അറകളിലും, തന്റെ ചിന്തകളിൽ, തന്റെ വാക്കുകളിൽ, തന്റെ പ്രവൃത്തികളിൽ ആത്മീയതയുടെ ഉത്തുംഗ ഔന്നത്യങ്ങളിലേക്ക് കയറി ചെന്നുകൊണ്ട് പ്രപഞ്ചനാഥനും താനും തമ്മിലുള്ള ഭേദ്യ ബന്ധം പുലർത്തിക്കൊണ്ട് ആത്മീയതയുടെ ഏറ്റവും വലിയ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ മനസ്സിലാകും അതും ഞാനും ഒന്നു തന്നെ. പ്രവാചകൻ ലോകത്തോട് മുഴുവൻ പറഞ്ഞത്, ബിലാലിനോട് ബാങ്ക് വിളിക്കാൻ പറഞ്ഞപ്പോഴും ഒട്ടകത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് മക്കയിൽ നിന്ന് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ അറാഫ പ്രസംഗം നടത്തുമ്പോഴും ഈ ലോകത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞത് സാഹോദര്യത്തെ കുറിച്ച്, സ്നേഹത്തോടെ കുറിച്ച്. അറബിയായാലും അനറബിയായാലും, വെളുത്തവനായാലും കറുത്തവനായാലും എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യന് വേണ്ടിയിട്ടായിരിക്കണം ലോകം നിലനിൽക്കേണ്ടത്. മാനവ സമന്വയമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവരും നടത്തുന്നത്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക പ്രസ്ഥാനങ്ങളും നടത്തുന്നത് മതസൗഹാർദ്ദ സമ്മേളനമാണ്. കുറെ കാലമായി ഇത് തുടങ്ങിയിട്ട്, 19 കൊല്ലമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. അതല്ല നടത്തേണ്ടത്, മാനവ സൗഹാർദ്ദ സമ്മേളനമാണ് നടത്തേണ്ടത്. മതസൗഹാർദ്ദ സമ്മേളനം നടത്തി സമ്മേളനം കഴിഞ്ഞ് പിരിഞ്ഞു പോയാൽ പിന്നെയും കാണാം വർഗീയതകളെ പലയിടത്തും. മനുഷ്യന്റെ മനസ്സിൽ സമന്വയമില്ലെങ്കിൽ, മനുഷ്യന്റെ മനസ്സിൽ സൗഹാർദ്ദമില്ലെങ്കിൽ, സൗഭാത്രമില്ലെങ്കിൽ എന്ത് സാഹോദര്യമാണ് ഉണ്ടാവുക? ലോകത്തിന് സാഹോദര്യം പഠിപ്പിച്ചത് പ്രവാചകനാണ്. അതാണ് ഗാന്ധി നെഞ്ചോട് ചേർത്തത്. ഗാന്ധിയോട് ചോദിക്കും, അങ്ങയുടെ അമ്മയുടെ പേരെന്താന്ന്? ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് ചോദിച്ചപ്പോൾ ഗാന്ധി പറയും, എൻ്റെ അമ്മയുടെ പേര് ഭഗവത്ഗീത. പിന്നെയും ചോദിക്കും, അപ്പൊ പറയും എൻ്റെ അമ്മയുടെ പേര് ബൈബിൾ. പിന്നെയും ചോദിച്ചപ്പോ പറയും എൻ്റെ അമ്മയുടെ പേര് ഖുർആൻ. ഈ 3 പരിശുദ്ധ ഗ്രന്ഥങ്ങളെയും നെഞ്ചിലേറ്റിക്കൊണ്ടാണ് ഞാൻ ലോകം സഞ്ചരിക്കുക. അതിന്റെ വഴിയിലൂടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹിക രംഗത്തിനെ അദ്ദേഹം നയിച്ചത്. ഇന്നതൊക്കെ ദുർവ്യാഖ്യാനിക്കപ്പെടുകയാണ്. കാരണം ബഹുഭൂരിഭാഗം വരുന്ന ഇന്ത്യക്കാരും ഇത് വായിച്ചിട്ടില്ല. നീ വായിച്ചാൽ തന്നെ അർത്ഥം മനസ്സിലാക്കി വായിച്ചിട്ടില്ല പല ഗ്രന്ഥങ്ങളിൽ. അതുകൊണ്ടാണ് വാൽമീകി എഴുതിയ രാമൻ അല്ല ഇന്ന് നമ്മൾ കാണുന്ന രാമൻ. കാരണം അവർക്കറിയാം ഇന്ത്യയിലെ 80% ഹിന്ദുക്കളും വാൽമീകി രാമായണം വായിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിരക്ഷരനായിട്ടുള്ള പ്രവാചകൻ, ഏറ്റവും വലിയ അക്ഷരജ്ഞാനമുള്ളവരെക്കാൾ ഏറ്റവും വലിയ വിജ്ഞാനം ലോകത്തിന് കൊടുത്തു. ആ വിജ്ഞാനം കൊടുക്കുമ്പോൾ മനുഷ്യനെയാണ് അദ്ദേഹം കാണുന്നത്. ആ മനുഷ്യനുണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഗുണഗണങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒരു രാഷ്ട്രം എങ്ങനെ നയിക്കപ്പെടണമെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. സാഹോദര്യവും സ്നേഹവും നിലനിന്നാലല്ലാതെ ഏത് സാമ്രാജ്യത്തിനും നിലനിൽപ്പില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു പ്രഖ്യാപിച്ചു. അംബേദ്കർ ഭരണഘടന എഴുതുന്ന സമയത്ത് ഭരണഘടനയുടെ ആമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം. 3 ദർശനങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആപ്തവാക്യങ്ങൾ. എന്നിട്ട് അദ്ദേഹം പറയും, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഭരണഘടനാ പ്രസംഗം നടത്തിയിട്ട് 1949 ഡിസംബർ മാസത്തിലാണ് ആ പ്രസംഗം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ
പ്രസംഗം നടത്തി അദ്ദേഹം പറയും, മുന്നിലിരിക്കുന്നത് ആരാ പ്രസംഗം കേൾക്കാൻ? ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ, പട്ടാഭി സീതാറാമയ്യ, രാജഗോപാലാചാരി, മൗലാന ആസാദ് തുടങ്ങിയിട്ടുള്ള അതിപ്രഗത്ഭന്മാരിരുന്ന ഇതിലാണ് ഈ ഭരണഘടനാ പ്രസംഗം നടത്തുന്നത്. ലോക പണ്ഡിതനായ അംബേദ്കർ ആ പ്രസംഗം നടത്തിയിട്ട് ജവഹർലാൽ നെഹ്റുവിനോട് പറയും, ഈ സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം, ഈ 3 ദർശനങ്ങളിൽ പ്രിയപ്പെട്ട ജവഹർലാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാഹോദര്യമാണ്. സാഹോദര്യമില്ലെങ്കിൽ സമത്വവുമില്ല, സ്വാതന്ത്ര്യവുമില്ല. ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ 80 വയസ്സ് തികയാൻ പോവാണ് അടുത്ത ആഴ്ച. ഇന്ത്യയിൽ സമത്വമില്ല, സാഹോദര്യമില്ല, സ്വാതന്ത്ര്യമില്ല. ഇവിടെയാണ് നമ്മൾ പ്രവാചകനെ ഓർക്കേണ്ടത്. താൻ നയിച്ചിട്ടുള്ള ആ മനുഷ്യകുലത്തിന് മുഴുവൻ അദ്ദേഹം സാഹോദര്യത്തിൻ്റെതായിട്ടുള്ള പാത കാണിച്ചു കൊടുത്തു. ശത്രുക്കൾ വാളെടുത്തുകൊണ്ട്, ആയുധം എടുത്തുകൊണ്ട് തന്നെ യുദ്ധത്തിലേക്ക് വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ, ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ തന്റെ നിരാലംബനായിട്ട്, നിസ്സഹായനായിട്ട്, ഒരു ആയുധവുമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് ശത്രുവിന്റെ മുന്നിൽ. അതിലൊക്കെ ഒരു മെസ്സേജ് ഉണ്ട്. ശത്രു ചോദിക്കുകയാണ്, അങ്ങയുടെ കയ്യിൽ ആയുധമില്ലല്ലോ യുദ്ധം ചെയ്യാൻ. പ്രവാചകൻ ചിരിച്ചുകൊണ്ട് വളരെ ശാന്തനായി പറഞ്ഞു, എന്റെ പക്കൽ എന്റെ അല്ലാഹു ഉണ്ട്. അതുകൊണ്ട് ഈ ആയുധം തന്നെത്താൻ കയ്യിൽ നിന്ന് താഴേക്കിടുകയാണ് ശത്രു. മനസ്സിന്റെ അഗാധമായ വിശ്വാസം, മനസ്സിന്റെ ദൃഢത, മനസ്സിന്റെ അചഞ്ചലമായ തന്റെ വിശ്വാസ സംഹിതയെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഏത് പ്രതിസന്ധിയെയും അദ്ദേഹം തരണം ചെയ്തു. തന്റെ അനുയായികൾ ക്രൂരമായി ശിക്ഷിക്കപ്പെട്ടു, ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. പലരുടെയും അംഗങ്ങളായി അവയവങ്ങൾ മുഴുവൻ വിച്ഛേദിക്കപ്പെട്ട രംഗങ്ങൾ ഉണ്ടായിരുന്നു ആ യുദ്ധങ്ങളിൽ മുഴുവൻ. അതൊക്കെ കണ്ടുകൊണ്ട് അദ്ദേഹം നിൽക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞു, നമ്മൾ വിജയിച്ച സമയത്തോട് വിജയിച്ച് മെക്കാ വിജയം നേടിയെടുത്ത് അന്ന് അദ്ദേഹത്തിന് ശത്രുക്കളെ മുഴുവൻ ശിക്ഷിക്കാമായിരുന്നു, എല്ലാവിധത്തിലുള്ള പകയും തീർക്കാമായിരുന്നു. സുപ്രസിദ്ധമായ പ്രഖ്യാപനമാണ്, ഞാനിതാ എല്ലാവർക്കും മാപ്പ് കൊടുക്കും. ശത്രുതയ്ക്ക് സ്ഥാനമില്ല ലോകത്തിൽ, പകയ്ക്ക് സ്ഥാനമില്ല ലോകത്തിൽ, വിദ്വേഷത്തിന് സ്ഥാനമില്ല. അതുകൊണ്ടാണ് ഗാന്ധി ചേർത്ത് പിടിക്കുന്നത് പ്രൊഫറ്റ് മുഹമ്മദിനെ, അതുകൊണ്ടാണ് ക്രൈസ്റ്റിനെ ചേർത്ത് പിടിച്ചത് ഗാന്ധിജി. ഒരു ചെവിയെ അടിച്ചാൽ മറ്റു ചെവിയും കാണിച്ചു കൊടുക്കാൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഗാന്ധി. എത്ര എത്ര യുഗപുരുഷന്മാർ, അസാമാന്യമായിട്ടുള്ള പ്രതിഭകൾ ലോകത്തിന് എന്തെല്ലാം ദർശനങ്ങള് സംഭാവന ചെയ്തു. പ്രവാചകന്മാരുടെ ശേഷം വന്നിട്ടുള്ള ഒരുപാട് ദാർശനികന്മാരില്ലേ, അവരൊക്കെ എത്ര വലിയ വലിയ ദർശനങ്ങൾ സംഭാവന ചെയ്തു. കാറൽ മാർക്സ് മാർക്സിസം സംഭാവന ചെയ്തു. മഹാത്മാഗാന്ധി ഗാന്ധി സൂക്തങ്ങൾ പഠിപ്പിച്ചു. ഗുരുദേവന്റെ ദർശനങ്ങൾ ഉണ്ടായി. വിവേകാനന്ദൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ലോകത്തിന്റെ ചരിത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് ദർശനങ്ങളും സൂക്തങ്ങളും ചിന്തകളും എല്ലാം ലോകത്തിൽ വ്യാപരിച്ചു. ഇവയെല്ലാം പറഞ്ഞത് മനുഷ്യന്റെ സ്നേഹത്തിനെയും സാഹോദര്യത്തിനെയും സ്വാതന്ത്ര്യത്തിനെയും സമത്വബോധത്തിനെയും ഊട്ടിയുറപ്പിക്കാനും മാനവരാശിയേക്കാൾ വലിയ പ്രതിഭാസം ലോകത്തിലില്ല എന്ന് പറയാനും വേണ്ടിയിട്ടാണ്. ബുദ്ധദേവൻ അടക്കം. എന്നിട്ടിപ്പോ എവിടെ എത്തി മനുഷ്യൻ? എവിടെ നോക്കിയാലും യുദ്ധം, ഭീകരമായ യുദ്ധം. പശ്ചിമേഷ്യ കത്തിപ്പുകയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പിഞ്ചു കുട്ടികളാൽ പലസ്തീനിൽ പോലും കൊന്നൊടുക്കപ്പെടുന്നു. ഒരു പ്രവാചകന്മാരുടെ വഴിയിലും അവർ സഞ്ചരിക്കുന്നില്ല, ഒരു ദാർശനികന്മാരുടെ വഴിയിലും അവർ സഞ്ചരിക്കുന്നില്ല. മനുഷ്യൻ അത്യാർത്ഥിയാണ്. മൂലധന ശക്തികളുടെ രാഷ്ട്രീയം, മതമൗലികവാദത്തിന്റെ രാഷ്ട്രീയം, സാമ്രാജ്യത്വത്തിന്റെ രാഷ്ട്രീയം, ഇതെല്ലാം കൂടിച്ചേർന്നുമ്പോൾ മനുഷ്യനെ മൃഗീയ സ്വഭാവത്തിലേക്ക് ആനയിച്ചുകൊണ്ട് പരസ്പരം കൂടുതൽ പകയോടുകൂടി വിദ്വേഷത്തോടുകൂടി സംഘടനത്തിൽ ഏർപ്പെടുന്ന ഒരു ജനതയാക്കി മാറ്റി ഇന്നത്തെ ലോകത്തിൽ. അതുകൊണ്ടാണ് എത്രയോ കാലഘട്ടം മുഴുവൻ 1400 ചില്ലുവാനും വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ള ഈ വിശുദ്ധ വചനങ്ങൾ ഉണ്ടല്ലോ, അതിനിന്നും പ്രസക്തിയുണ്ട്. തോമസ് കാർലൈൽ എന്ന് പറയുന്ന ആ വലിയ ചിന്തകൻ പറയുന്നു, ഇതുമാതിരി ഒരു ഗ്രന്ഥം ലോകത്തിൽ ഇനി വരികയില്ല. ലോകചരിത്രം, വേൾഡ് ഹിസ്റ്ററിയുടെ എല്ലാവിധ കണ്ടന്റും എഴുതിയിട്ടുള്ള വിശ്വപ്രസിദ്ധ ഗ്രന്ഥമായിട്ടുള്ള വേൾഡ് ഹിസ്റ്ററി എഴുതിയിട്ടുള്ള ലോർഡ് ഗിബ്ബൺ പറയുന്നുണ്ട്, പ്രവാചക വചനത്തേക്കാൾ വലിയൊരു വചനം നമുക്ക് കേൾക്കാൻ ഇനി ഇടയുണ്ടാവുകയില്ല മനുഷ്യകുലത്തിന്റെ സ്നേഹത്തെ കുറിച്ച്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക എന്ന് പറയുന്ന ആ വിശ്വവിജ്ഞാനത്തിന്റെ ഗ്രന്ഥം പറയുന്നു, ഇതുമാതിരിയുള്ള വലിയ സന്ദേശം കൊടുത്തിട്ടുള്ള ഒരു പ്രോഫറ്റ്
ഏറ്റവും വലിയ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആൻ, അതുമാതിരി ഒരു ഗ്രന്ഥം ലോകത്തിൽ ഇനി അവതരിക്കാനിടയില്ല. ആരും ഒന്നും പറയാത്തതിന്റെ കുഴപ്പമല്ല, ഇത് നമ്മളെ സ്വാംശീകരിക്കുന്നുണ്ടോ? ലീഡർഷിപ്പ് ഗുണങ്ങൾ, ഇതിൻ്റെതായിട്ടുള്ള നേതൃത്വ ഗുണം, സഹാനുഭൂതി, അനുകമ്പ, കരുണ, അച്ചടക്കം, സാഹോദര്യം, സമത്വം, സ്വാതന്ത്ര്യം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ഈ വിശുദ്ധ ഗ്രന്ഥങ്ങൾ നമ്മളോട് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ. നേരത്തെ ഇവിടെ മുൻപാസംഗികർ പറഞ്ഞതുപോലെ മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന വലിയൊരു ദിശാസൂചികയാണ് ഇവരെല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കണ്ട പ്രവാചകൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാവിധ പരിണാമ നിയമങ്ങളെ കുറിച്ചും പ്രാപഞ്ചിക സത്വങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന വിശുദ്ധ ഖുർആന്റെ എല്ലാവിധ അന്തസത്തയും ഉൾക്കൊണ്ടുകൊണ്ട് അത് ലോകത്തോട് പറഞ്ഞിട്ടുള്ള ഈ മഹാപ്രവാചകൻ മനുഷ്യനേക്കാൾ വലിയൊരു പ്രതിഭാസം ഈ അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ വേറൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുള്ള അത്യുജ്വലനായിട്ടുള്ള ഒരു മാനവ സ്നേഹി. ആ വഴിയിലൂടെയാണ് സഞ്ചരിക്കുക. അതുകൊണ്ടാണ് പ്രവാചകൻ നമ്മുടെ ഹൃദയത്തോട് അടുക്കുന്നത്. ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ ദർശനങ്ങളാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച മഹാത്മാഗാന്ധിയും കാറൽ മാർക്സും ഒരു പരിധി വരെ ഇത് തന്നെയല്ലേ പറഞ്ഞത്. മനുഷ്യ സമത്വം, മനുഷ്യന്റെ സാഹോദര്യം, ചൂഷണ വിമുക്തമായ ഒരു സമൂഹം, അത് തന്നെയല്ലേ മാർക്സിസം. അധ്വാനത്തിന്റെ മൂല്യം കൊടുക്കണം എന്നൊക്കെ പ്രത്യയ ശാസ്ത്രങ്ങൾക്കൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷെ അതെങ്ങനെ പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ കടമയായിട്ട് നമ്മൾ നിറവേറ്റുന്നത്. അതുകൊണ്ട് ലീഡർഷിപ്പ് ക്വാളിറ്റിയും അദ്ദേഹത്തിന്റെ ചിന്തകളും ലോകത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള മാനവീകതയുടെ, സാഹോദര്യത്തിന്റെ, സഹിഷ്ണുതയുടെ ആ വലിയ വലിയ സവിശേഷതകളും എപ്പോഴും ചേർത്ത് പിടിക്കുമ്പോൾ പ്രവാചകൻ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ സമാധാനമുണ്ടാകും, ലോകത്തില് സാഹോദര്യവും സ്നേഹവും ഉണ്ടാകും.